ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെതിരെ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളുടെ സംഘടന ആത്മ രംഗത്ത് വന്നു. മലയാള സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമാണെന്ന പ്രേംകുമാറിൻ്റെ പരാമർശത്തിനെതിരെയാണ് സംഘടന പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഏത് ചാനൽ സംപ്രേഷണം ചെയ്ത് ഏത് സീരിയലിനെ കുറിച്ചാണ് ഈ പ്രേംകുമാർ പറയുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ആത്മ തുറന്ന കത്തിൽ ആവശ്യപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. നേരത്തെ പ്രേംകുമാർ ഇതേപോലെ എന്തൊരു പ്രസ്താവന നടത്തി മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. വീണ്ടും പുലിവാലി പിടിച്ചോ? തീർച്ചയായും വീണ്ടും അദ്ദേഹം പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരമൊരു പരാമർശം സീരിയൽക്കെതിരെ നടത്തുകയും ഒടുവിൽ ആ സംഘടനയുടെ ആത്മയുടെ അംഗം കൂടിയായ പ്രേംകുമാർ ആ ജനറൽ ബോഡി യോഗത്തിലെത്തി മാപ്പ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും സമാനമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വീണ്ടും നടത്തിയിരിക്കുന്നത്. ടെലിവിഷൻ സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിനാശകരമാണ് എന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ആ പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്, അതായത് ടെലിവിഷൻ സീരിയലുകളിലെ അഭിനേതാക്കളുടെ സംഘടനയാണിത് ആത്മ. ഈ സംഘടന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തുറന്ന കത്താണ് ഇപ്പോൾ പ്രേംകുമാറിന് അയച്ചിരിക്കുന്നത്. പ്രേംകുമാറിന്റെ പോസ്റ്റ് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. രഞ്ജിത്ത് സ്ഥാനം രാജിവെച്ച ശേഷം അക്കാദമി ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ആളാണ് പ്രേംകുമാർ. അദ്ദേഹം പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. ഏതെങ്കിലും രീതിയിൽ കണ്ടന്റിനോ സീരിയലുകളുടെ രീതിക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അത് നടത്താതെ, അല്ലെങ്കിൽ ചാനലുകളെയും സീരിയൽ നിർമ്മാതാക്കളെയും എല്ലാം വിളിച്ചു വരുത്തിയ ഒരു യോഗം നടത്താതെ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് അത് കയ്യടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്തരത്തിൽ സീരിയലുകളും സീരിയൽ നിർമ്മാതാക്കളും സംവിധായകരെയും ഒപ്പം ചാനലുകൾ അധികൃതരെയും വിളിച്ച് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത നടപടി കയ്യടിക്ക് വേണ്ടിയാണ് എന്നാണ് ആത്മസംഘടന പറയുന്നത്. ആത്മസംഘടന പ്രസിഡന്റ് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം LDFന്റെ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ തുറന്ന കത്തെന്നും ജനറൽ സെക്രട്ടറി ഈ കത്തിൽ പറയുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് ഈ ഹൈ ബീം ലൈറ്റുകൾ ഒഴിവാക്കണം എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. കാര്യം റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഇന്നലെ കടർകോടുണ്ടായ അപകടം നിങ്ങൾക്കറിയാമല്ലോ. 5 ചെറുപ്പക്കാരുടെ മരണമാണ് ഈ അപകടം ഉറപ്പുവരുത്തിയത്. 3 പേരുടെ നില ICUവിൽ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാത്രിയിലാണ് അപകടം നടന്നത്. KSRTC ഫാസ്റ്റ് പാസഞ്ചറും ഒരു ടവേര കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. നിങ്ങൾക്കറിയാം.